നമുക്കൊപ്പം AK അഭിലാഷ് ഉണ്ട്. എവിടെ അഭിലാഷ്? അഭിലാഷ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് റോഷ്നി. വ്യായാമം നടക്കുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നല്ലോ അഭിലാഷ്. കാലത്തെ എക്സസൈസ് ആണോ അഭിലാഷ്? അല്ല, അതിനൊരു കാരണം ഉണ്ടെങ്കിൽ ഈ മെക്സിമൻ കൂട്ടായ്മയ്ക്കൊപ്പമാണല്ലേ അഭിലാഷ്? അവിടെ നിന്നാണ് ഇന്ന് വാർത്ത. തീർച്ചയായിട്ടും അതെ, മെക്സവന്റെ ഒരു മഹാസംഗമമാണ് കോഴിക്കോട്ട് ഇപ്പോൾ നന്മണ്ടയിൽ നടക്കുന്നത്. ഏതാണ്ട് 3000-4000-ഓളം മെക്സവൻ അംഗങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പുരുഷന്മാരും സ്ത്രീകളടക്കമുള്ള നിരവധി പേർ ഈ ഭാഗത്ത് ഇന്നിപ്പോൾ ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലൊന്ന്, നമുക്കറിയാം, വലിയ തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടവെച്ച ഒരു വ്യായാമ കൂട്ടായ്മ കൂടിയാണ് ഈ മെക്സവൻ എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇതിന്റെ പ്രവർത്തനം ഗ്രാമീണ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ട്, അത് കുറെ കൂടി ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തനമായി ഇപ്പോൾ ഇവർ മുന്നോട്ട് പോകുന്നത്. ഏതോളം 100ഓളം ശാഖകളുടെ ഒരു സംഗമം, ഒരു മഹാസംഗമമാണ് ഇപ്പോൾ നടക്കുന്നത്. കോഴിക്കോട്ടുള്ള രണ്ടാമത്തെ ബ്ലോക്കായിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ സവിശേഷമായ ഒരു കാര്യം. ഏതായാലും സമൂഹത്തിൽ വലിയ തരത്തിൽ വ്യായാമം, അതായത് ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ഒരു അവബോധം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞോളൂ. ഇത്തരത്തിൽ അവബോധം സൃഷ്ടിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ഇതായത് നമുക്കറിയാം, പ്രായമുള്ള ആളുകളടക്കമുള്ള ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പരിപാടിയുമായി സഹകരിച്ച് വരുന്നത്. ഈ എത്ര കാലമായി ഇതുമായി ബന്ധപ്പെട്ട് വ്യായാമത്തിൽ? 5 മാസം. എങ്ങനെയുണ്ട്? ശരീരം ഉഷാറായോ? വളരെ ഉഷാറാണ്. മനസ്സും ശരീരവും വളരെ ഉഷാറാണ്. എങ്ങനെ ഇപ്പോൾ ഒരു വിവാദമൊക്കെ വലിയ തരത്തിൽ വരുന്നു? എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ? കുഴപ്പമില്ല, നല്ല ഒരു സാമൂഹിക പ്രതിബദ്ധത ഉള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ആരോഗ്യപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ മുന്നോട്ട് പോകുന്നത്. എന്താണ് പറയാം? വളരെ നല്ലൊരു കൂട്ടായ്മയാണ്. രാവിലത്തെ ഒരു കൂട്ടായ്മ, നാട്ടിലൊരു സാമൂഹിക അന്തരീക്ഷം നന്നായിട്ടുണ്ട്. പിന്നെ ആരോഗ്യ മേഖലയിൽ പുതിയൊരു ഉണർവ്, ഒരു അന്തരീക്ഷം, അതിനെക്കാട്ടേറെ ഒരു സാഹോദര്യം ഉയർത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. അതുകൊണ്ട് സാഹോദര്യം, എല്ലാവർക്കും കൈകൊടുത്ത് പിരിയുക എന്നുള്ളൊരു അവസാനത്തെ റൗണ്ട് നാട്ടിലൊരു സാമൂഹ്യ ബോധം ഉണർത്തുന്നതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാമൂഹ്യ ബോധം ഉയർത്താൻ കഴിയുമെന്നതാണ്. അതായത് ഒന്ന്, ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ സാമൂഹ്യ ബോധം കൂടി സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതിൽ മറ്റൊന്ന്, നമുക്കറിയാം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പി മോഹൻ മാഷുടെ ചില ആരോപണങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട് ഇതിനെതിരെ ഉയർന്നിരുന്ന ആരോപണങ്ങൾ, അതൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നൊരു ശ്രമം അവർ നടത്തുന്നുണ്ട്. അതായത് കൂടുതൽ ജനകീയമാവുകയും അതോടൊപ്പം തന്നെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം കൂടിയാണ് അവർ നടത്തുന്നത്. പക്ഷേ ഇതിനിടയിലും ചില പ്രശ്നങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ള വസ്തുതയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കാന്തപുരം AP വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത് സംബന്ധിച്ച് ഒരു വിമർശനം ഉയർന്നു വന്നിരിക്കുന്നു. കാരണം സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമായി സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു വ്യായാമ കൂട്ടായ്മ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിൽ സംഘടിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശയങ്ങളുമായി മുന്നോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം അവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ചുള്ള വിമർശനം അവരുടെ ഭാഗത്തായിരുന്നു ഉയർന്നു വന്നത്. പക്ഷേ അതിന് പിന്നാലെയാണ് പി മോഹൻ മാസ്റ്റർ ഈ വിവാദം ഏറ്റെടുക്കുകയും ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുകയോ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇന്നലെയും കാന്തപുരം സുന്നി വിഭാഗത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നു വരുന്നത്. ഏതായാലും ആ വിമർശനങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നില്ല എന്നതാണ്. കാരണം ഇപ്പോൾ ഇതാ നമുക്ക് കാണാം, 100 ശാഖകളിൽ നിന്ന് ഏതാണ്ട് 3000-4000-ഓളം അംഗങ്ങളാണ് ഇപ്പോൾ ഈ നന്മണ്ടയിലെ, കോഴിക്കോട്ടെ നന്മണ്ടയിലെ ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. സ്ത്രീകൾക്ക് ഒരു വിഭാഗം വേറെയും പുരുഷന്മാർ മറ്റൊരു സ്ഥലത്തുമായിട്ടാണ് സമ്മേളിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ തരത്തിൽ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അല്ലേ വെങ്കി? ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. എല്ലാവരും വ്യായാമം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ചിലരൊക്കെ റിപ്പോർട്ടറിന്റെ ക്യാമറ നോക്കി കൈകളൊക്കെ വീശുന്നു. ഒരു വ്യായാമമൊക്കെ ചെയ്യാൻ തോന്നുന്നു കേട്ടോ രാവിലെ.